ഹലോ മക്കളെ, അപ്പൊ നമ്മളുടെ ഡിസ്പേർഷൻ എന്നുള്ള ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന ഈസി ആയിട്ടുള്ള ഒരു മെഷർ ആണെന്ത് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് വെച്ചിട്ട് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് എക്സാമിന് വരാറുള്ളതാണ്. സോ റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഹയസ്റ്റ് വാല്യൂ തന്നിട്ടുണ്ട്, അത് 70 ആണെന്ന് തന്നിട്ടുണ്ട്. ഹയസ്റ്റ് വാല്യൂ 70 തന്നിട്ടുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ 50 ആണെന്ന് തന്നിട്ടുണ്ട്. ലോവസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇനി ഇവിടെ ഈ രണ്ടാൾക്കാരും സ്ഥലം ഒന്ന് നമുക്ക് മാറ്റാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ കിട്ടും. ലോവസ്റ്റ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ, റേഞ്ച് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഹയസ്റ്റ് വാല്യൂ ഇവിടെ എന്ത് വരും? മൈനസ് റേഞ്ച് വരും. ലോവസ്റ്റ് വാല്യൂ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70 ആണ്. ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ്. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 20 ആണ്. എന്ത്? നമ്മുടെ ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ബി 20 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. ഹയസ്റ്റ് വാല്യൂ 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലോവസ്റ്റ് വാല്യൂ 18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റേഞ്ച് എന്താണ് വരാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യുക.